ഹലോ, അപ്പം എന്ന് വന്നിരിക്കുന്ന കുറച്ച് OTT അപ്ഡേറ്റ് ആയിട്ടാണ്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആദ്യത്തെ OTT അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നമ്മുടെ രാമം രാഘവം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. പുതിയ തമിഴ് സിനിമയാണ്. ഈ വരുന്ന മാർച്ച് മാസം 14-ാം തീയതിയാണ് സിനിമ OTT റിലീസിന് പോകുന്നത്. തമിഴിലും തെലുങ്കുലുമായിട്ട് കാത്തിരിക്കാൻ നമുക്ക് ഈ സിനിമേൻ്റെ OTT റിലീസിനായിട്ട് മാർച്ച് 14-ാം തീയതി. മറ്റൊരു ചിത്രമാണ് നമ്മുടെ ഡയറക്റ്റായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ വർഷം OTT റിലീസ് ചെയ്യാൻ പോകുന്ന തമിഴ് സിനിമയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് സിനിമ ഡയറക്റ്റായിട്ട് OTT റിലീസിന് പോകുന്നത്. ഒഫീഷ്യൽ ട്രെയിലറൊക്കെ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നെറ്റ്ഫ്ലിക്സ് സിനിമ തന്നെയാണിത്. നമ്മുടെ സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ മാധവൻ, നയൻതാരൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ OTT റിലീസിന് കാത്തിരിക്കാൻ നമുക്ക് ഏപ്രിൽ മാസം 4-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് ആണ്. മലയാളം നിന്ന് പുറത്തിറങ്ങിയ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. നല്ല ട്രെയിലർ ആയിരുന്നു സിനിമ അന്ന് പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസ് കാണാൻ സാധിച്ചു നമുക്ക് സിനിമേൻ്റെ ട്രെയിലറിലൂടെ തന്നെ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലായിരുന്നു സിനിമേൻ്റെ ഓപ്പണിങ്ങിലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കാണാൻ സാധിച്ചത്. നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തെങ്കിൽ പോലും സിനിമയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് കളക്ഷൻ കാണാൻ സാധിച്ചില്ല ബോക്സ് ഓഫീസിൽ. എന്നാലും സിനിമയ്ക്ക് തിയേറ്ററുകൾ റൈറ്റ്സും അതുപോലെ തന്നെ ബിസിനസ് കളക്ഷനുമായിട്ട് നല്ലൊരു പ്രോഫിറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. മാർച്ച് മാസം 14-ാം തീയതി ജിയോ സ്റ്റാർ വഴി പല ഭാഷകളിലായിട്ടായിരിക്കും സിനിമ ഒരേ സമയത്ത് OTT റിലീസിന് പോകുന്നത്. മറ്റൊരു സിനിമയാണ് വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ അഭിനയിച്ച ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് ആണ് സിനിമേൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 14-ാം തീയതിയാണ് ഈ മലയാള സിനിമ OTT റിലീസിന് പോകുന്നത്. ഒരു വിഭാഗം കമ്മ്യൂണിറ്റീനെ വലിയ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. ഞാനും സിനിമ കണ്ടതാണ്. സിനിമേൻ്റെ റിവ്യൂ പോലും എനിക്ക് ഇടാൻ തോന്നിയില്ല. കാരണം ഒരു ഹ്യൂമർ സെൻസ് പോലും മര്യാദയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയൊരു സിനിമയും കൂടിയാണിത്. ഒരു കമ്മ്യൂണിറ്റീനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഊക്കിയിട്ട് ചിരിപ്പിച്ചൊരു സിനിമയാണിത്. എന്തായാലും നോ കമൻറ്റ്സ്. മറ്റൊരു സിനിമയാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. മാർച്ച് മാസം 21-ാം തീയതിയാണ് നമ്മുടെ ഈ വർഷത്തെ തമിഴ് സിനിമയായ 100 കോടി സിനിമേൻ്റെ OTT റിലീസ് വരാൻ പോകുന്നത്. മാർച്ച് മാസം 21-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ ധനുഷൻ ഡയറക്ഷനിൽ വന്ന ഏറ്റവും പുതിയ സിനിമയാണ് തമിഴിൽ നിന്ന് വന്ന നീക്ക് എന്ന് പറഞ്ഞ സിനിമ. അത്യാവശ്യം നല്ല കളക്ഷൻ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന്. എന്നാൽ പോലും സിനിമേൻ്റെ OTT അവകാശം ആമസോണാണ് മേടിച്ചിരിക്കുന്നത്, ആമസോൺ പ്രൈം. മാർച്ച് മാസം 21-ാം തീയതിയാണ് സിനിമേൻ്റെ OTT റിലീസ് വരാൻ പോകുന്നത്. മലയാളത്തിൽ നിന്ന് 3 പേരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ മാത്യു തോമസ്, അതുപോലെ തന്നെ അനിക, അതുപോലെ തന്നെ പ്രിയ വാര്യർ എന്നിവരെ കാണാൻ സാധിച്ചിട്ടുണ്ട് സിനിമേൻ്റെ ട്രെയിലറിലായിട്ട്. എന്തായാലും തുടരും സിനിമേൻ്റെ OTT അപ്ഡേറ്റ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. OTT അവകാശം ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസമായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമേൻ്റെ തിയേറ്റർ റിലീസ് വരാൻ പോകുന്നത് ഏപ്രിൽ മാസം 25 അല്ലെങ്കിൽ മെയ് 15 ആയിട്ടാണ്. എന്തായാലും സിനിമേൻ്റെ OTT റിലീസ് ജൂൺ മാസം തന്നെ ജിയോ സ്റ്റാർ പുറത്തിറക്കുമെന്നാണ് നിലവിൽ കൺഫേം ചെയ്തിരിക്കുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് പൈൻകിളി എന്ന് പറഞ്ഞ സജിൻ ഗോപു, അനുസരാജ് അഭിനയിച്ച സിനിമേൻ്റെയാണ്. മനോരമ മാക്സ് ആണ് സിനിമേൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് മാസം 21-ന് സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ സിനിമ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. OTT റൈറ്റ്സ് മേടിച്ച ടീം. കാത്തിരിക്കാൻ നമുക്ക് പൈൻകിളി എന്ന് പറഞ്ഞ മലയാള സിനിമേൻ്റെ OTT റിലീസിനായിട്ട് മാർച്ച് മാസം 21-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. 2K ലവ് സ്റ്റോറി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സിനിമ ഫെബ്രുവരി മാസം 14-ലാണ് പുറത്തിറങ്ങിയത് തിയേറ്ററുകളിൽ. ഇപ്പോൾ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആഹ OTT ആണ്. സിനിമ ഈ വരുന്ന മാർച്ച് മാസം 14-ാം തീയതിയാണ് ആഹ OTT-യിലൂടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കും നമുക്ക് 2K ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് മാർച്ച് മാസം 14-ാം തീയതി. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഈ വർഷത്തെ തന്നെ ഏറ്റവും ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ ബോളിവുഡിനെ ഒന്ന് രക്ഷിച്ച സിനിമയും കൂടി ആയിരിക്കും ചാവാല എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ ചാവ എന്ന് പറഞ്ഞ സിനിമ. OTT അവകാശം മേടിച്ചിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു റൈറ്റ്സ് ആണ് നെറ്റ്ഫ്ലിക്സ് മേടിച്ചിരിക്കുന്നത്. വമ്പൻ സിനിമേൻ്റെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. നമുക്ക് ഏപ്രിൽ 11-നാണ് സിനിമേൻ്റെ OTT റിലീസ് വരാൻ പോകുന്നത് പല ഭാഷകളിലായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ OTT റിലീസിനായിട്ട്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും കട്ട വെയിറ്റിംഗ് ആയ OTT സിനിമ കൺബോക്സ് ചെയ്യുക.